ഹലോ ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒറക്കിൾ കാർഡ് ചെക്ക് ചെയ്യാം. അതിനുശേഷം ടാരോട്സ് കാർഡ് എടുക്കാം. ഒറക്കിൾ കാർഡിൽ പാഷൻ, ഓക്കെ, ലവ്, ദ സോഡ് ആൻഡ് റോസ്, ഇത് മൂന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ എ പെയിൻഫുൾ ബട്ട് നെസസറി എൻഡിങ് ആയിരുന്നു ഈ ബന്ധത്തിൽ സംഭവിച്ചത് എന്നാണ്. ബട്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ടു മേക്ക് വേ ഫോർ എ ന്യൂ ലവ് എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ സംസാരം സ്നേഹത്തിനെ കുറിച്ചാണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് അലട്ടിയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരം ഈ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്നും ഹീലായി വീണ്ടും ജീവിതത്തിൽ സൗന്ദര്യം കണ്ടെത്തൂ എന്നാണ് ഒറക്കിൾ കാർഡ് തരുന്ന മെസ്സേജ്. ഓക്കെ, ഇനി നമുക്ക് ടാരോട്ടിൽ ആദ്യം കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അതിനുശേഷം ഐസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, അടുത്ത കാർഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. ഹാങ്ഡ് മാൻ, 7 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ഹാങ്ഡ് മാൻ. അടുത്ത ടാരോട്ട് ദ എംപറസ് ആണ്. എംപറസ്. ഓക്കെ, 7 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, ഹാങ്ഡ് മാൻ, ദ എംപറസ്. പിന്നെ ഉള്ളത് ഓക്കെ 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 3 ഓഫ് ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവും. ഓക്കെ, 3 ഓഫ് കപ്സ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയത് ഓക്കെ 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. വീണ്ടും കാക്കകളൊക്കെ കാണുന്നുണ്ട്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. പിന്നീട് 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഫൈവ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വരുമ്പോൾ കോൺഫ്ലിക്ട്സ് ആണ്. ഓക്കെ, ദ ഹെറോഫെൻറ്റിൻ്റെ എനർജി ഉണ്ട്. ഹെറോഫെൻറ്റ്. ഇനി 2 കാർഡ് കൂടെ എടുക്കാം. പേജ് ഓഫ് സോഡ്സ്. You want to reconnect. Okay, he or she want to reconnect also. Page of swords. പിന്നെ ക്യൂൻ നോക്കാം. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ് ഒരു പ്രാവശ്യം വന്നു, പിന്നെ ഞാനങ്ങ് ഷഫിൾ ചെയ്തു, അപ്പോൾ അത് വീണ്ടും അത് തന്നെ വന്നു. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. അതാണ് ഇന്നത്തെ ടാരറ്റ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ എന്തൊക്കെ കാർഡാണ് പിന്നീട് വരാനുള്ള പോസിബിലിറ്റീസ് എന്നുള്ളതെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ പോകാം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ ആ സ്പെസിഫിക് അതർ പേഴ്സൺ ഇല്ലേ, അതിൻ്റെ മനസ്സിലൂടെ ഒന്ന് നമുക്ക് പോയിട്ട് വരാം. എന്താണ് ഉദ്ദേശം എന്നറിയാൻ ശ്രമിക്കാം. എന്തൊക്കെയാണ് നടക്കുന്നത് കറൻ്റ്ലി. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്.
നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ആക്ടിവേറ്റ് ആയി തുടങ്ങും. പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക, നെഗറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ജീവിതവുമായി ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ റീഡിങ്ങിലുള്ളതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആൾ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്. അവരുടെ നേരെ വരുന്ന പല രീതിയിലുമുള്ള ചോദ്യങ്ങളെയും അമ്പുകളെയും ആരോപണങ്ങളെയും ഒക്കെ പ്രതിരോധിക്കുന്നു. ഇവിടെ പടത്തിൽ തന്നെ ആ പേഴ്സൺ കൈകൾ കൂപ്പി തല ചരിച്ച് ഇരിക്കുന്നത് കണ്ടില്ലേ? അതാണ് ഇപ്പോഴത്തെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, വെല്ലുവിളികളെ നേരിടുന്നു. അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു അമ്പലത്തിൻ്റെ അടുത്താണ്, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ. അതാണ് ഈ കഥനയുടെ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിലപാട്. എന്നിരുന്നാലും പുതിയ ആശയങ്ങൾ, ആൾക്ക് എന്തെങ്കിലും സർഗാത്മകമായ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓപ്പണാണ് ആൾക്ക് പ്രചോദനം കിട്ടുന്ന കാര്യങ്ങൾക്ക് ഓപ്പണാണ്. ബാക്കി എല്ലാത്തിനും തല തിരിച്ച് ഇരിക്കുന്നു എന്നാണ് എനിക്ക് ഈ രണ്ടാമത്തെ കാർഡ് കൂടെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത്. അടുത്ത കാർഡ് ഹാങ്ഡ് മാനാണ്. തല കീഴായി കിടക്കുകയാണ് പ്രതിസന്ധിയിലാണ്. ഇത് ഇങ്ങനെയും പറയാം, ആളിൻ്റെ കാഴ്ചപ്പാട് തലകീഴായി ആണ് ഇപ്പോഴുള്ളത്. വേറൊരു ആംഗിളിലൂടെയാണ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്. നേരെ നിന്ന് നോക്കണം, അപ്പോൾ കാര്യങ്ങൾ മറിയും കാണുന്ന കാഴ്ചയും. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം അങ്ങനെയാണ് ആളിൻ്റെ ഒരു സ്റ്റാറ്റസ്, അങ്ങനെയാണ്. ഓക്കെ, അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്ത്രീയുടെ എനർജി കാണുന്നുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരു സുന്ദരിയായ നർച്ചറിങ് സ്വഭാവമുള്ള ഒരു സ്ത്രീ. ഇനി പറയാൻ പോകുന്നത് 1000-ൽ ഒരാൾക്കേ കണക്റ്റ് ആവുള്ളൂ കേട്ടോ. അതെടുത്തങ്ങ് മനസ്സിൽ വെച്ച് വിഷമിക്കരുത്. ഓക്കെ, ഒരു പ്രഗ്നൻ്റ് ലേഡിയാണ് അവർ, അതിനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ ഒരു പ്രഗ്നൻസി എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. സിംഗിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കൂ കേട്ടോ, നിങ്ങൾ മാത്രമല്ല. ഓക്കെ, സിംഗിൾസ് അല്ലാത്തവരും നിങ്ങളും അത് ശ്രദ്ധിക്കുക. മാത്രമല്ല ഒരു 3 ഓഫ് കപ്സിൻ്റെ എനർജിയും ഇവിടെ ഉണ്ട്. ഈ ബന്ധത്തിൽ മൂന്നാമത് ഒരാളിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ഇപ്പോൾ കാലം ഇങ്ങനെയാണ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻ്റ് ആപ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാവാം ഒരാൾക്ക് പണ്ടൊക്കെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരുന്നുവെങ്കിൽ ഇപ്പം മിനിമം 3 മിക്കവാറും എനിക്ക് വരുന്ന റീഡിങ്ങിലെല്ലാം അങ്ങനെയാണ് ഞാനിപ്പോൾ കാണാറ്. എനിക്ക് പറയാനുള്ളത്, ആത്മാർത്ഥമായി സ്വന്തം ജീവിതത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിവാഹിതരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും ചെയ്യേണ്ടത് ഇതിനൊക്കെ അത് അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്താൽ മതി. നമുക്കൊരു വരുമാന മാർഗം കണ്ടെത്തുക, കുട്ടികളുണ്ടെങ്കിൽ അവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക, അല്ലാതെ അവരുടെ പുറകെ കരഞ്ഞ് അലയാതിരിക്കുക. നമ്മൾ നല്ല സ്റ്റഡി ആയിട്ടൊന്ന് ജീവിക്കുക. പിന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യാതിരിക്കുക. ദേഹോപദ്രവം ചെയ്യുന്നുവെങ്കിൽ, അപ്പുറത്ത് നിൽക്കുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീകളാണെങ്കിലും, ദേഹോപദ്രവം ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു വക്കീലിനെ കണ്ട് കേസ് ഫയൽ ചെയ്യുക. 498A 354 509 ഇതെല്ലാം നിരത്തി ആഡ് ചെയ്യുക. ഇതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ആർക്കോ ഉള്ള മെസ്സേജാണ് എന്നെനിക്ക് തോന്നുന്നു. എനിക്കിതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഇതെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ആക്റ്റുകളാണ്. IPC പോലീസിനും വക്കീലിനും മാത്രം അറിയേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, ഒരാൾ നിയമം പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റേയാൾ അത് നടപ്പിലാക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായി ഇതെല്ലാം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ മറ്റൊരാളിൻ്റെ ഈഗോയുടെ അടി കൊള്ളേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അടുത്ത് വന്നിരിക്കുന്നത് 10 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഞാനൊരു
എന്തിൻ്റെയൊക്കെയോ അവസാനം കാണുന്നു. പരാജയം, നിരാശ എന്നിവയൊക്കെ കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ധൈര്യമായിരിക്കൂ എന്നാണ്. ഓക്കെ, അടുത്തത് 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇവിടെ കോൺഫ്ലിക്ട്സുകളുണ്ട്, വിയോജിപ്പ്, മത്സരം, ഇതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇതൊക്കെയാണ്. ഇപ്പോഴൊന്നും ഒരു അനുരഞ്ജനത്തിന് നിങ്ങൾ പോകാതിരിക്കുക കേട്ടോ. ഹെറോഫെൻഡ് ഇവിടെ ഈ ബന്ധത്തിൽ പാരമ്പര്യം, അനുസരണ, ധാർമ്മികത, മതപരമായ കാര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ എന്തൊക്കെയോ ബന്ധങ്ങളുള്ളതായി തോന്നുന്നു. നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടിയാണ് ഇത് കാണുന്നത് എങ്കിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നത് എനിക്കങ്ങനെ തോന്നുന്നു, പേജ് ഓഫ് സോൺസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ജിജ്ഞാസ കുതുകിയാണ് കേട്ടോ. പക്ഷേ നിങ്ങളുമായുള്ള കാര്യത്തിൽ കണക്റ്റഡ് ആണ്, നിങ്ങളെ മറന്നിട്ടൊന്നുമില്ല. എപ്പോഴും ഒരു നോട്ടം ഇങ്ങോട്ടുണ്ട് തിരിച്ച്. അടുത്തത് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ നേരെ താഴെയാണ് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഇവിടുത്തെ ലേഡി ഈ ബന്ധത്തിലെ ആ മൂന്നാമത്തെ ആൾ കുറച്ച് ഈഗോ കക്ഷിയാണ്. മാത്രമല്ല വൈകാരികമായി നല്ല ബോധ്യമുണ്ടവർക്ക്. നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാതെ ഒന്നുമല്ല, ആ മൂന്നാമത്തെ ആൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് അറിയാം. അടുത്ത് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്സ് ആണ്. ബോട്ടം ഓഫ് ദി ഡെക്സ് എന്ന് പറയുമ്പോൾ 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി. സ്ഥിരത, സുരക്ഷ, സ്വത്തുക്കൾ എന്നിവയിലാണ് ഈ ബന്ധത്തിൻ്റെ എനർജി കിടന്ന് കറങ്ങുന്നത്. സ്ഥിരതയുള്ള ബന്ധം വേണം, സുരക്ഷിതത്വമുള്ള ബന്ധം വേണം. സ്വത്തുക്കളും ഈ ഒരു എനർജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു ഭാഗം ഉണ്ട്. ഓക്കെ, അതിനും ഒരു എനർജി ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇതിലെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇപ്പോൾ പ്രൊട്ടക്ഷൻ ആക്റ്റെല്ലാം ആക്ച്വലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ 498A ആക്ട് പ്രകാരം പുരുഷന്മാർക്കും അതിൻ്റെ ഉപയോഗം ഉണ്ടാകും. DVA ആക്ട് 2005 പ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സിവിൽ നടപടികൾക്ക് അർഹതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള സെക്ഷൻസ് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. പുരുഷന്മാർക്കും പുതിയ പുതിയ നിയമങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനും വരട്ടെ. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇന്നത്തെ റീഡിങ്ങിൽ അത് പറയണമെന്ന് തോന്നി, ആർക്കെങ്കിലൊക്കെ ആവശ്യമുള്ളതായിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. പുതിയൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സീ യു ആൻഡ് ബൈ.